ആഫ്രിക്കക്കാരനും അതുപോലെ വെളുത്ത വെള്ളാരങ്കല്ല് പോലിരിക്കുന്ന അമേരിക്കക്കാരനും അതുപോലെ ചുവന്ന ശരീരമുള്ള ചൈനക്കാരനും മംഗോളിയക്കാരനും ഇന്തോനേഷ്യക്കാരനും മലേഷ്യക്കാരനും ഇന്ത്യക്കാരനും ഇവരെയൊക്കെ കണ്ടാൽ ഇവർ ഇന്ന നാട്ടുകാരാണ്, ഇന്ന ഗോത്രക്കാരാണ്, ഇന്ന വർഗക്കാരാണ്, ഇങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാ. എല്ലാവരും ഒരുപോലെ ഇരുന്നാൽ, എല്ലാ മുഖങ്ങളും മഹദനിയെ പോലിരുന്നാൽ മുദ്രസ്രാജിനെ കണ്ടാ പിന്നെ തിരിച്ചറിയാൻ പറ്റുമോ ഇത് മുദ്രസ്രാജാണെന്ന്? മഹദനിയുടെ മുഖം തന്നെയാണ് എന്റെ സഹോദരൻ നൗഷാദിനെങ്കിൽ നൗഷാദിനെ പിന്നെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ ഇത് നൗഷാദാണെന്ന്? ഇന്ത്യക്കാരനെ പോലെ തന്നെയായിരിക്കുന്നത് ആഫ്രിക്കക്കാരനെങ്കിൽ ഇത് ആഫ്രിക്കക്കാരനാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം. എന്നാൽ ഇന്ന് വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താ? എത്രയെത്ര തമ്മിലടികളാണ് നടക്കുന്നത്. വർഗത്തിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, വർണ്ണത്തിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിലെ ജനങ്ങളെ മൊത്തവും, ജർമ്മനിയിലെ നല്ലൊരു വിഭാഗം ജനങ്ങളെ മൊത്തവും ഓരോ വിഭാഗങ്ങൾക്കുമെതിരെ തിരിച്ചുവിടുന്നതിനു വേണ്ടി വർഗമാഹാത്മ്യമല്ലേ ഉയർത്തിപ്പിടിച്ചത്? തങ്ങളാരാണ്? ജർമ്മൻകാരെന്ന് പറഞ്ഞാൽ അവർ ജർമ്മൻകാര് ലോകത്തിന്റെ ഉപ്പാണ്, ഭൂമിയുടെ ഉപ്പാണ്. ലോകത്തെ ഏറ്റവും ഉത്തമര് ജർമ്മൻകാരാണ്. ബാക്കിയുള്ളവരൊന്നും അംഗീകരിക്കപ്പെടാൻ പറ്റുന്നവരല്ല. ഈ വർഗവെറി ഉണ്ടാക്കിയെടുത്തിട്ട് ആദ്യം ജൂതന്മാരെ കൊന്നൊടുക്കി, ഗ്യാസ് ചേമ്പറിലിട്ട് എത്ര ആയിരങ്ങളെയാ ചുട്ടുകൊന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ഗ്യാസ് ചേമ്പറിലിട്ടിട്ട് ചുട്ടുകൊന്നത്. ജൂതന്മാരെ ശത്രുക്കളാക്കി, കത്തോലിക്കരെ ശത്രുക്കളാക്കി, കമ്മ്യൂണിസ്റ്റുകാരെ ശത്രുക്കളാക്കി. ഇങ്ങനെ വർഗവെറി കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ ആ വർഗവെറി ഉപയോഗിച്ചു, ജനങ്ങളെ തിരിച്ചുവിടാൻ ഉപയോഗിച്ചു. ഇന്നും ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇന്നും നാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗമാഹാത്മ്യം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ തമ്മിലടിപ്പിക്കല. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് വിവിധ വർഗങ്ങളും വർണ്ണങ്ങളുമാക്കിയത്. ഇന്ന അക്രമക്കും നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമന്മാർ, നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് വർഗവർണ്ണ വിവേചനം കൊണ്ടല്ല. ഇന്ന അക്രമക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ സർവേശ്വരനായ, സർവജ്ഞനായ, സർവലോക സംരക്ഷകനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, സർവഗുണ സമ്പൂർണനായ, ജഗന്നിയന്താവായ തമ്പുരാന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ മുന്നിൽ, ഈശ്വരന്റെ മുന്നിൽ, കർത്താവിന്റെ മുന്നിൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരാരാണെന്നറിയുവോ? സർവശക്തന്റെ മുന്നിൽ അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ധാർമ്മിക ബോധമുള്ളവരാരാണോ, ഭക്തിയുള്ളവരാരാണോ അവരാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും ഉത്തമർ. കുപ്പായത്തിന്റെ നിറം വെളുത്തതാകാം, കുപ്പായത്തിന്റെ നിറം കുങ്കുമ നിറമാകാം, കുപ്പായത്തിന്റെ നിറം ചുവന്നതാകാം, കുപ്പായത്തിന്റെ നിറം കറുത്തതാകാം, തൊലിയുടെ നിറം വെളുത്തതാകാം, തൊലിയുടെ നിറം കറുത്തതാകാം, തൊലിയുടെ നിറം ചുവന്നതാകാം. പക്ഷേ മഹത്വത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ഇതൊന്നും കൊണ്ടല്ല. ഏറ്റവും കൂടുതൽ ധാർമ്മിക ബോധമുള്ളവരാരാണോ, ഭക്തിയുള്ളവരാരാണോ അവരാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും ഉത്തമർ. ഇത് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ, ഇത് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രതീകമായ മുഹമ്മദ് മുസ്തഫ. അയലത്ത് വീട്ടിലെ പാവപ്പെട്ടവും പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പോയി പഠിപ്പിച്ചു. രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ രോഗിക്ക് നിങ്ങൾ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു സദഖ, ഒരു സംഭാവന കൊടുക്കണം. അത് അവന്റെ രോഗശാന്തിക്ക് പോലും കാരണമാകുന്ന സമാധാനം ഉണ്ടാക്കും എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഉമ്മത്തികൾ നബിദിനം കൊണ്ടാകുന്നു, ലക്ഷങ്ങൾ മുടക്കി, വലിയ മാലിന്യം നബിദിനുമേൽ കൊടുത്തി തന്നൊരു സംസ്കാരത്തിന് ദീപശിഖ തലമുറ കൈമാറി കെടാതെ മുദ്രാവാക്യം. ഞാൻ ഈ രാഷ്ട്ര സുരക്ഷാ സന്ദേശയാത്ര നടത്തുമ്പോൾ ഒരു അനുഭവം ഉണ്ടായി. ഒരിടത്ത് ഞാൻ ഈ സന്ദേശയാത്രയുമായി തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ 2 മണി ഉച്ചയ്ക്ക് കൊടും വെയില്. ഞാൻ പ്രസംഗിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ വെയിലത്ത് നിന്ന് പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നു. പ്രസംഗം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സഹോദരൻ അടുത്തേക്ക് ഇങ്ങനെ, ഉസ്താദെ ഒരു നിമിഷം നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് വണ്ടി വീൽ ചെയർ എന്റെ കൂടെയുള്ള കുട്ടികൾ ഒരു സെക്കൻഡ് നിർത്തി.
എന്തോ പ്രധാന കാര്യം പറയാൻ വരുവാനിച്ചു. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് രൂക്ഷമായ ഗന്ധം. അപ്പൊ ഉള്ളിൽ കിടക്കുന്ന സാധനവും ചൂട്, വെയിലത്ത് നിന്നതിന്റെ ചൂട്, ഡബിൾ ചൂട് കൊണ്ട്, പിന്നെ എന്റെ പ്രസംഗം കേട്ട ചൂട്, 3 ചൂടാണ്, ട്രിപ്പിൾ ചൂട്. ഈ ചൂട് കൊണ്ട് അയാൾ എന്റെ അടുത്തേക്ക് വരുന്നേ. എന്നിട്ട് പറയുന്നു, ഉസ്താദ് എന്താ ഇത്ര നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് നബിദിനത്തെ പറ്റി 2 വാക്ക് പറയാതിരുന്നത്? അകത്ത് കിടക്കുന്നത് മറ്റേതാണ്. ഞാൻ വന്നത് രാഷ്ട്രസുരക്ഷാ സന്ദേശ യാത്രയ്ക്കാണ്. രാഷ്ട്രസുരക്ഷാ സന്ദേശ യാത്രയിൽ നബിദിനത്തെ പറ്റി പറഞ്ഞില്ല എന്നാണ് അബിയുലവലൊക്കെ തുടങ്ങി തോരണമൊക്കെ ഒട്ടിച്ച് കണ്ടപ്പോൾ മൂപ്പരുടെ വികാരം കൊണ്ട് ഇളകാൻ തുടങ്ങി, മൂപ്പർക്ക് അങ്ങോട്ട് താല്പര്യം തുടങ്ങി. ഇത് ഇന്ന് അപകടകരമായ അവസ്ഥയിൽ എല്ലാ മതങ്ങളെയും പോയി. മഹാനായ ശ്രീനാരായണ ഗുരു പറഞ്ഞു, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്, തുടരുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയപ്പെട്ട അനുയായികൾ അത് പാലിക്കുന്നുണ്ടോ? നല്ലൊരു ശതമാനം പാലിക്കുന്നില്ല. ഇതുപോലെ അല്ലെങ്കിലും അത്ര കഠിനം കൂടുതലില്ലെങ്കിലും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന ആഘോഷത്തിലെ റാലിയിൽ വരെ പങ്കെടുക്കുന്നവർ പോലും മദ്യം തുടരുത്, ഉപയോഗിക്കരുത്, വിൽക്കരുത്, മദ്യവുമായിട്ട് ഒരു നിലയിലും ബന്ധപ്പെടരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെയും അനുയായികളിൽ ചിലരെങ്കിലും റാലികളിൽ പങ്കെടുക്കുന്നത് മദ്യപിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന മദ്യപിച്ചുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്ന വലിയ റാലികളെക്കാളും സമ്മേളനങ്ങളെക്കാളും ഒക്കെ പ്രവാചകനോട് നീതി പുലർത്താൻ പറ്റുന്നത് ഈ ഇരിക്കുന്ന തയ്യൽ മെഷീനുകൾക്കും ഈ വീൽ ചെയറുകൾക്കും ഇവിടെ കൊടുക്കുന്ന ചില്ലി പൈസകൾക്കുമാണ് പ്രവാചകനോട് കൂടുതൽ നീതി പുലർത്താൻ പറ്റുന്നത്. ഇവിടെ ഒരു കുടുംബം ഇതുകൊണ്ട് രക്ഷപ്പെടുക, ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബം ഈ ഒരു സാധനം വീട്ടിൽ കിട്ടുന്നതോടെ രക്ഷപ്പെടുക. ഭൂമിയിലൂടെ എഴഞ്ഞെഴഞ്ഞ് നടക്കാൻ വിധിക്കപ്പെട്ട ഒരു വികലാംഗനായ സഹോദരൻ ഒരു വീൽ ചെയർ കിട്ടുന്നതിലൂടെ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം 2 വീൽ ചെയറും ഏതാനും തയ്യൽ മെഷീനും നൽകിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഈ സംഘടനയുടെ പ്രവർത്തകരായ എന്റെ അനുജന്മാർക്ക് അടുത്ത പ്രാവശ്യം ഈ നാട്ടിലെ പാവങ്ങളായ ആളുകൾക്ക് മൊത്തം, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, സന്തോഷം, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്ക് മൊത്തം, ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർക്ക് മൊത്തം, വിഷമം അനുഭവിക്കുന്ന മനുഷ്യർക്ക് മൊത്തം, മനുഷ്യത്വം വിശപ്പിന് ജാതിയില്ല, നാട്ടിലെ വിശപ്പിന് മതമില്ല. എനിക്ക് വിശന്നാലും അഭിവന്ദനായ സ്വാമിജിക്ക് വിശന്നാലും ഇവിടെ ഇരുന്ന പ്രിയങ്കരനായ ഫാദറിന് വിശന്നാലും വിശപ്പിന് ഒരേ വികാരമാണ് വിശപ്പ് കൊണ്ടുണ്ടാകുന്നത്. അതാ വിശപ്പ് പ്രത്യേകത. ആ വിശപ്പിന് ജാതി തിരിച്ചുള്ള പ്രത്യേകതയില്ല. എന്നെ ഇപ്പൊ ആരെങ്കിലും ഒന്നൊരു അടിയടിച്ചാൽ ആ അടിയുടെ